ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ കോടാനുകോടി മനുഷ്യരുടെ ഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിരിക്കുന്നത് വിഗ്രഹവൽക്കരിക്കാതെ ആദരവിന്റെയും സ്നേഹത്തിന്റെയും ഏറ്റവും വലിയ മകുടോദാഹരണത്തോടുകൂടി നമ്മുടെ ഹൃദയങ്ങളുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്, ചേരേണ്ടതുണ്ട്. വിശ്വാസികളും പ്രവാചകനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ഒരൊറ്റ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. പ്രവാചകൻ എന്ന് പറയുന്നത് ഔലാ ബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു, വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാനും നിങ്ങളുമായി റസൂൽ അത്രമേൽ അടുത്തിരിക്കുന്നു. എത്രത്തോളം അടുത്തിരിക്കുന്നു? മിൻ അൻഫുസിഹിം, എന്റെ ശരീരത്തെക്കാളും അവരുടെ ശരീരങ്ങളെക്കാളും അവരുമായിട്ട് റസൂൽ അടുത്തിരിക്കുന്നു എന്നാണ് അല്ലാഹു പറഞ്ഞത്. എന്ന് മാത്രമല്ല വഅസ്വാജുഹു ഉമ്മഹാതുഹും, പ്രവാചക പത്നിമാർ അവരുടെ ഉമ്മമാരാണ്. ഖദീജ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ, സൈനബ് റളിയല്ലാഹു അൻഹ, മൈമൂന റളിയല്ലാഹു അൻഹ, പ്രവാചക പത്നിപദം അലങ്കരിച്ച ഈ മഹദികൾ നമ്മുടെ ഉമ്മമാരാണ് എന്ന് പറയുമ്പോൾ പ്രവാചകന് ശേഷം ആ മഹദികളെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്യൽ നിഷിദ്ധമാണ്. എപ്രകാരം ഒരു സ്വന്തം മാതാവിനെ വിവാഹം ചെയ്യുന്നത് നിഷിദ്ധമായതുപോലെ റസൂലിന്റെ പത്നിമാരെ വിവാഹം ചെയ്യൽ നിഷിദ്ധമാണ്. കാരണം നമ്മളും റസൂലും തമ്മിലുള്ള ബന്ധം അതാണ്, വിശാലത്തിന്റെ ബന്ധം. അതുകൊണ്ട് വിശ്വാസികളുടെ ഖൽബിൽ റസൂൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മറ്റെല്ലാത്തിനേക്കാളും നമുക്ക് ബന്ധം ആ റസൂലിനോടുണ്ട്, മറ്റെല്ലാത്തിനേക്കാളും പ്രണയവും സ്നേഹവും ആ റസൂലിനോട് നമുക്കുണ്ട്. എന്റെ മാതാപിതാക്കൾ പോലും അങ്ങേക്ക് സമർപ്പണം റസൂലേ എന്നവർ പറയാറുണ്ട്. ബി അബി വ ഉമ്മി യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അവരുടെ ഒരു സംബോധനയാണ്. ഞങ്ങൾ ഇതാ അങ്ങേക്ക് മുമ്പിൽ അർപ്പിച്ചിരിക്കുന്നു എന്ന് അവർ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുക, ബി അബി വ ഉമ്മി യാ റസൂലല്ലാഹ്. എന്റെ മാതാപിതാക്കൾ അങ്ങേക്ക് അർപ്പണം എന്ന് പറയുമ്പോൾ ഞാൻ എന്നെക്കാളും സ്നേഹിക്കുന്ന എന്റെ മാതാപിതാക്കൾ പോലും അങ്ങക്കെതിരായാൽ, എനിക്ക് പ്രിയപ്പെട്ടവരെന്തും ആരും അങ്ങക്കെതിരായി കഴിഞ്ഞാൽ, അങ്ങയോടൊപ്പം ഇല്ലെങ്കിൽ ഞാനും അവരും തമ്മിൽ എന്ത് ബന്ധം? قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم. قل പ്രവാചകരെ അങ്ങ് പറയുക, ഇൻ കാന ആബാഉക്കും, നിങ്ങളുടെ വാപ്പമാർ, വഅബ്നാഉക്കും, നിങ്ങളുടെ മക്കൾ, വഅസ്വാജുക്കും, നിങ്ങളുടെ ജീവിത പങ്കാളികൾ, വഅശീറത്തുക്കും, നിങ്ങളുടെ കുടുംബം, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, നിങ്ങൾ സമ്പാദിച്ച നിങ്ങളുടെ സമ്പാദ്യങ്ങൾ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നഷ്ടം സംഭവിച്ചേക്കുമെന്ന് ആശങ്കപ്പെട്ട് നിങ്ങൾ വല്ലാത്ത രീതിയിൽ കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ വ്യാപാര മേഖലകൾ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിന തർളൗനഹാ, നിങ്ങൾ പ്രിയപ്പെട്ട് നിങ്ങൾ വെച്ചുകൂട്ടിയ നിങ്ങളുടെ അമ്പരച്ചുംബികളായ സൗധങ്ങൾ ഉണ്ടല്ലോ, ഈ കാര്യങ്ങളെക്കാളും അഹബ്ബ ഇലൈക്കും മിനല്ലാഹ്, ഇത് നിങ്ങൾക്ക് ഇവകളെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടതാകേണ്ടത് അല്ലാഹുവാണ്, വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലുമാണ്. റസൂലിനോടുള്ള പ്രണയം അത് സാക്ഷാത്കരിച്ചവരാണ് സഹാബികൾ. മറ്റെന്തിനേക്കാളും സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ അതൊരു ആലങ്കാരികമല്ലെന്നേ. ഒരിക്കലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമൊത്ത് കൈപിടിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഉമർ റളിയല്ലാഹു അൻഹു റസൂലിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ,
ഞാൻ കഴിഞ്ഞാൽ അങ്ങേ ഏറ്റവും കൂടുതൽ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നത് അങ്ങേയാണ് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് ചോദിച്ചു, അതെന്താ ഉമറേ, നീ കഴിഞ്ഞിട്ടേ ഉള്ളോ എന്നോടുള്ള സ്നേഹം ചോദിച്ചു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു തിരുത്തി, അല്ല ഞാൻ എന്നെക്കാളും അങ്ങേ സ്നേഹിക്കുന്നുണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങയുടെ ശരീരത്തൊരു പോറലേൽക്കാൻ ഉമർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സംഭവിക്കുകയില്ല എന്ന് പറയുന്നത് അന്നൊരിക്കൽ തലകൊയ്യാൻ വന്ന ഉമറുൽ ഫാറൂഖാണ് റളിയല്ലാഹു അൻഹു. ആ ഉമറുൽ ഫാറൂഖ് അക്ഷരാർത്ഥത്തിൽ റസൂലിനെ സ്നേഹിച്ചത് കൊണ്ടാണ് വീരശൂര പരാക്രമി എന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്ന ഉമർ ഒരൊറ്റ സന്ദർഭത്തിലെ ദുർബലനായിട്ടുള്ളൂ. ആ സന്ദർഭം പ്രവാചകന്റെ വഫാത്തിന്റെ ഘട്ടത്തിലാണ്. പ്രവാചകൻ വഫാത്തായി മരണപ്പെട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല കൊയ്യും. അന്ന് അത്രയും കാലം സൗമ്യഭാവത്തിൽ നടന്നിരുന്ന അബൂബക്കർ ചടകുടഞ്ഞെഴുന്നേറ്റു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, ആരെങ്കിലും മുഹമ്മദ് മരണപ്പെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞാൽ അവന്റെ തല കൊയ്യും, ബോധം പോയി. ഒരു മനുഷ്യന്റെ സ്വബോധം തകർന്നു പോവുകയാണ്, ചോർന്നു പോവുകയാണ്. ആ ധീരതയെല്ലാം ചോർന്നു പോവുകയാണ്. മുഹബ്ബത്തുർ റസൂൽ, റസൂലിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നത്. ആരും പറയുന്നില്ല റസൂൽ മരണപ്പെട്ടു എന്ന്. പറഞ്ഞാൽ പ്രശ്നമാണ്. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ തങ്ങളുടെ മകൾ ആയിഷ ബീവിയുടെ അടുക്കൽ കിടത്തപ്പെട്ടിരിക്കുന്നു. കണ്ണുകൾ ചിമ്മി, നെറ്റിത്തടത്തിൽ ചുംബിച്ചു. തിബ്ത ഹയ്യൻ വമയ്യിതൻ യാ റസൂലല്ലാഹ്. ജീവിച്ചിരുന്നപ്പോഴും മരണപ്പെട്ടപ്പോഴും എന്തൊരു അനുഗ്രഹീതമാണ് താങ്കൾ, എന്ത് സുഗന്ധപൂരിതമാണ് താങ്കൾ യാ റസൂലല്ലാഹ്. അക്ഷരാർത്ഥത്തിൽ റസൂലിനെ എങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, എന്റെ ശരീരം കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ തിരിച്ചു ചോദിച്ചു, നിന്റെ ശരീരം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നെ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്റെ ശരീരത്തിനും മീതെ എന്ന് ആലങ്കാരികമായി പറഞ്ഞതല്ല എന്നതിന് അദ്ദേഹത്തിന്റെ ജീവിതം സാക്ഷിയാണ്. അങ്ങനെ എത്ര ആളുകൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സൗർ ഗുഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അണച്ചു പിടിച്ചത് പരിശുദ്ധമായ ഖുർആൻ വരച്ചു കാണിക്കുന്നുണ്ട്. ആ ഒരു സംഭവത്തിന്റെ പേരിലാണ് അബൂബക്കറായത് റളിയല്ലാഹു അൻഹു. ജീവിതത്തിൽ എത്രയോ ത്യാഗങ്ങളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ കുട്ടിക്കാലഘട്ടം മുതലേ പ്രവാചകനോടൊപ്പം ചേർന്ന് നിന്ന ആളാണ് അബൂബക്കർ. ആ അബൂബക്കറിന്റെ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളുണ്ടെങ്കിലും ഒരു സന്ദർഭമാണ് അല്ലാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞത്. ആ സന്ദർഭം സൗർ ഗുഹയിൽ റസൂലിനെ അണച്ചു പിടിച്ച സന്ദർഭമാണ്. അതിൽ സ്നേഹത്തിന്റെ നിറവും മണവും ഗന്ധവും ഉണ്ടായിരുന്നു. വിഷജന്തുക്കൾ കടന്നു വരാൻ സാധ്യതയുള്ള മാളങ്ങൾ തന്റെ കാലുകൾ കൊണ്ട് അമർത്തി വെക്കുന്ന അബൂബക്കർ സിദ്ദീഖിനെ, വേദനയാൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് വാർന്നൊഴുകുന്ന അബൂബക്കർ സിദ്ദീഖിനെ യാദൃശ്ചികമായി ആ കണ്ണുനീരിൽ ഒരു തുള്ളി പ്രവാചകന്റെ മേനിയിൽ ഇറ്റി വീണതിന് ഉടനെയാണ് റസൂൽ ഉണർന്നത് എന്ന് പറയുമ്പോൾ റസൂലിന്റെ മേനിയിൽ ഒരു ക്ഷതമേൽപ്പിക്കാതെ അവർ റസൂലിനെ എങ്ങനെ സ്നേഹിച്ചു? സ്വന്തം ശരീരത്തെക്കാൾ അബൂബക്കർ സ്നേഹിച്ചതുപോലെ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് സ്നേഹിച്ചതുപോലെ, സയ്യിദ് ഇബ്നു ദസ്നെ കുരിശിൽ തറയ്ക്കുന്ന സന്ദർഭത്തിൽ എത്ര സഹാബികളെ. നിന്നെ അബൂ സുഫിയാൻ ശത്രുപക്ഷത്തായിരുന്നു അന്ന്. അബൂ സുഫിയാൻ പറഞ്ഞു അത്രേ, ഒരൊറ്റ കാര്യം നീ പറഞ്ഞാൽ മതി, നീ ആഗ്രഹിച്ചാൽ മതി, നീ ഈ നിൽക്കുന്ന സ്ഥാനത്ത് മുഹമ്മദ് വരണമെന്ന് ഒരാഗ്രഹം, വ്യാജമായ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ മതി, നിന്നെ വെറുതെ വിട്ടേക്കാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ഞാൻ കുരിശിൽ തറക്കപ്പെട്ട്
എന്റെ ശരീരം കഷ്ടിക്കപ്പെട്ട് ഈ തെരുവീതികളിലൂടെ വലിച്ചിഴക്കപ്പെട്ടാലും മദീനയിൽ ഇരിക്കുന്ന പ്രിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിൽ ഒരു മുള്ള് തറയ്ക്കുന്നത് പോലും ഞാൻ പ്രിയപ്പെടുന്നില്ല എന്ന് കൊലക്കയറൽ എന്ന് പറയണമെങ്കിൽ ആ റസൂൽ അവരുടെ ജീവിതവുമായി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഹൃദയവുമായി അലിഞ്ഞു ചേർന്നത് എങ്ങനെയാണ്? അതാണ് നമുക്കിവിടെ എല്ലാം കാണാൻ സാധിക്കുന്നത്. ഉഹദ് യുദ്ധത്തിൽ നമുക്കറിയാം മുസ്ലിമീങ്ങൾക്ക് വളരെ ക്ഷതമേൽപ്പിക്കപ്പെട്ട യുദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്ന് പോലും ഒരു വാർത്ത പരന്നു. ഒരു സ്ത്രീ ഉഹദിന്റെ രണഭൂമിയിലൂടെ ഓടുന്നുണ്ട്. റസൂല് രക്തസാക്ഷിയാക്കപ്പെട്ടു. ബനൂ ദീനാർ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. റസൂലിനെ അന്വേഷിച്ചുകൊണ്ട് ആ സ്ത്രീ ഇങ്ങനെ ഓടി. ആ സ്ത്രീയോട് പറയപ്പെട്ടു, നിങ്ങളുടെ പിതാവ് രക്തസാക്ഷിയാണ്. അപ്പോഴും ആ സ്ത്രീ ചോദിക്കുന്നത് മാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ? നിങ്ങളുടെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ പറഞ്ഞു നിങ്ങളുടെ സഹോദരൻ രക്തസാക്ഷിയാക്കപ്പെട്ടു. മാ ഫഅല റസൂലുള്ളാഹ്, എവിടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? നിങ്ങളുടെ ഭർത്താവും കൊല ചെയ്യപ്പെട്ടു കേട്ടോ. മാ ഫഅല റസൂലുള്ളാഹ്, എവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രക്തസാക്ഷിയാക്കപ്പെട്ടു എന്ന് പറയുന്ന വാർത്ത വ്യാജമാണ് സഹോദരി, നിങ്ങൾ തിരിച്ചു പോകണം. അവർ പറഞ്ഞു ഞാൻ തിരിച്ചു പോകില്ല. അല്ലാഹുവിന്റെ റസൂലിനെ കാണാതെ ആ സഹോദരിയെ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ എത്തിച്ചു. ആ സഹോദരി അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കുല്ലു മുസീബത്തിൻ ബഅദക ജലലു, താങ്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജീവിതത്തിന്റെ എന്ത് നഷ്ടങ്ങളും പരീക്ഷണങ്ങളും നിസാരമാണ്. അതുകൊണ്ടാണ് അബൂ സുഫിയാൻ ശത്രുപക്ഷത്തായിരുന്നപ്പോൾ പോലും പറഞ്ഞത്. ശത്രുപക്ഷത്തായിരുന്നപ്പോൾ പോലും അബൂ സുഫിയാൻ പറഞ്ഞു മാ റഅയ്തു മിനന്നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. ലോകത്ത് മനുഷ്യരിൽ ആരെയും സ്നേഹിക്കുന്നത് കണ്ടിട്ടില്ല പ്രവാചക അനുചരന്മാർ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നത് പോലെ. അപ്പോ നമ്മുടെ ഹൃദയങ്ങളിൽ റസൂലിന്റെ സ്ഥാനമാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. സൂറത്തുൽ അഹ്സാബ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, പ്രവാചകൻ വിശ്വാസികളോട് അവരുടെ ഹൃദയത്തെക്കാളും അടുത്തിരിക്കുന്നു. അവരുടെ ഹൃദയത്തെ അവരുടെ ശരീരങ്ങളെക്കാളും അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാനുമായി എന്നെക്കാളും ഏറ്റവും ബന്ധപ്പെട്ടത് എന്റെ മാതാപിതാക്കളെക്കാളും എന്റെ ഭാര്യ സന്താനങ്ങളെക്കാളും എനിക്ക് വേണ്ടപ്പെട്ട എല്ലാത്തിനേക്കാളും ബന്ധപ്പെട്ടത് റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅസ്വാജുഹു ഉമ്മഹാത്തുഹും, പ്രവാചകന്റെ പത്നിമാർ അവരുടെ ഉമ്മമാരാണ് എന്ന് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയുമ്പോൾ എന്ത് ബന്ധമാണത്? ആ നിർവചനത്തിന്റെ അർത്ഥം, അതിന്റെ ആഴം ഒന്ന് ആലോചിച്ചാൽ ആ റസൂലുമായുള്ള നമ്മുടെ ബന്ധം എന്താണ്? മറ്റെല്ലാത്തിനേക്കാളുമുള്ള ബന്ധം. സഹാബികൾ അത് എങ്ങനെ ആ സ്നേഹം അവരുടെ ഹൃദയങ്ങളിൽ രൂപപ്പെട്ടു? ആ പ്രേമം, ആ പ്രണയം, ആ ഇഷ്ക്, എന്ത് പേരിട്ടോ വിളിച്ചോളി, അതെങ്ങനെ രൂപപ്പെട്ടു? സീറത്തിലൂടെ രൂപപ്പെട്ടു. പ്രവാചകന്റെ സീറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാചകന്റെ സീറത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ജീവിതമാണ്. ജീവിതം. ലാ തക്തുബു അന്നി ഗൈറൽ ഖുർആൻ, ഖുർആൻ അല്ലാത്ത ഒരു ആയത്ത് പോലും നിങ്ങൾ എന്നിൽ നിന്ന് എഴുതി, ഖുർആൻ അല്ലാത്തതൊന്നും, ഖുർആൻ ആയത്തുകൾ അല്ലാത്ത ഒന്നും നിങ്ങൾ എഴുതരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു. നമുക്കറിയാം ഔദ്യോഗികമായ ഹദീസ് ക്രോഡീകരണം നടക്കുന്നത് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷം ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഭരണകാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിലാണ് ഹദീസ് ക്രോഡീകരണം ലിഖിത രൂപത്തിൽ ഔദ്യോഗികമായി നടക്കുന്നത്. 100 വർഷം ഹദീസ് ക്രോഡീകരണം നടന്നിട്ടില്ല, എഴുതി സൂക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്താ കാരണം? ഒന്നാം നൂറ്റാണ്ടോടുകൂടി സഹാബികൾ മരണപ്പെട്ടു. അവസാനം മരിച്ച സഹാബിയുടെ പേര് അബൂ തുഫൈൽ എന്നാണ്.
അബ്ദുല്ലാഹി ബിൻ ബുസ്ർ. ആ 10 വർഷങ്ങളിൽ അവസാന 90 മുതൽ 100 വരെയുള്ള കാലഘട്ടങ്ങളിൽ മരണപ്പെട്ട സഹാബികൾ മഹ്മൂദ് ബിൻ റബീഅ, അബ്ദുല്ലാഹി ബിൻ ബുസ്ർ, പ്രവാചകനോടൊപ്പം ചേർന്ന് നിന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാണാം പ്രവാചകന്റെ സീറത്ത് എന്താ. അവരുടെ ജീവിതം കണ്ടാൽ മതി എന്താണ് റസൂൽ എന്ന് വായിക്കാൻ അറിയാം. ഒരു പുസ്തകവും വായിക്കാൻ ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് ഖുർആൻ അല്ലാത്ത ഒന്നും എഴുതരുതെന്ന് പറഞ്ഞു. ജീവിതം കണ്ട് അറിഞ്ഞും അനുഭവിച്ചും അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് പകർത്തിയെടുത്തവരാണ് സഹാബികൾ. നമ്മൾ വായിച്ചും ഒരു നോളജായി കാണുമ്പോൾ ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുത്തവർ. അബൂബക്കർ എങ്ങനെയാണ് അബൂബക്കറായത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറത്തിന്റെ റിഫ്ലക്ഷൻ. റസൂലിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ അബൂബക്കറിൽ കാണൂ. അസ്ഹാബികൽ നുജൂം ബിഅയ്യികും ഇഖ്തദൈതും ഇഹ്തദൈതും. എന്റെ സഹാബികൾ നക്ഷത്രതുല്യരാണെന്ന് പറഞ്ഞു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നക്ഷത്രതുല്യരാണ്, വെളിച്ചം വീശിക്കൊണ്ടാണ് അവർ സഞ്ചരിക്കുന്നത്. ഒരു സഹാബിയെ നോക്കിയാൽ പ്രവാചകനെ അറിയാം, പ്രവാചകന്റെ ജീവിതം അറിയാം. അങ്ങനെ പ്രവാചകനെ അവർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ആരാധനാപരമല്ലാതെ മതപരമല്ലാത്ത വിഷയങ്ങളിൽ പോലും അല്ലാഹുവിന്റെ റസൂലിനെ അവർ പിൻപറ്റി. മതപരമല്ലാത്ത ആരാധനാപരമല്ലാത്ത കാര്യങ്ങളിൽ പോലും ഒരു പ്രദേശത്ത് കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നടന്നു പോയപ്പോ പ്രവാചകൻ വളരെ യാദൃച്ഛികമായി തങ്ങളുടെ 2 ചെരുപ്പ് എടുത്തു. ഒരു മതപരമായ കാര്യമല്ല. പിന്നിലുണ്ടായിരുന്നവരെല്ലാവരും തങ്ങളുടെ ചെരുപ്പ് കയ്യിലൂരിയെടുക്കുന്നു. അപ്പൊ എത്ര കൃത്യമായും സൂക്ഷ്മമായുമാണ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരീക്ഷിക്കുന്നത്, ഒപ്പിയെടുക്കുന്നത്. അങ്ങനെ പകർത്തിയെടുത്തവരാണ്. പുസ്തകം വായിച്ചറിഞ്ഞവരല്ലല്ലോ. അതുകൊണ്ടാണ് ലാ തക്തുബു അന്നി ഗൈറൽ ഖുർആൻ, ഖുർആൻ അല്ലാത്തതൊന്നും എഴുതരുത് എന്ന് പറഞ്ഞു. അതിന്റെ യഥാർത്ഥ കാരണം ആയത്തുകൾ വഹി ഇറങ്ങുന്ന കാലഘട്ടമായതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനുമായി ഹദീസുകൾ ഇടകലർന്നു പോവുകയും ഖുർആനിന്റെ സംരക്ഷണത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടും ഹദീസുകൾ എഴുതരുത് എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഹദീസുകൾ എന്താണ്? പ്രവാചകൻ പ്രവർത്തിച്ചത് എത്രത്തോളം അറിയോ? റസൂലിന്റെ മുന്നിൽ റസൂലിന്റെ മൗനം പോലും ഹദീസാണ്. റസൂലിന്റെ മൗനം പോലും ഹദീസാണ്. ഒരാൾ ഒരു കാര്യം പ്രവാചകന്റെ മുന്നിൽ നിന്ന് പ്രവാചകന്റെ മുന്നിൽ നടക്കുകയും പ്രവാചകൻ അതിനോട് മൗനം പാലിച്ചാൽ അത് അനുവദിക്കപ്പെട്ടു എന്ന് തെളിവാണ്. ആ മൗനത്തെ പോലും അനുഗമിച്ചവർ സഹാബികൾ. അതുകൊണ്ട് നമുക്ക് ഇന്ന് എന്തൊക്കെ അറിയാം റസൂലിനെ പറ്റി? ഹദീസ് ക്രോഡീകൃതമായപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഭരണകാലഘട്ടത്തിൽ ഹദീസ് ക്രോഡീകൃതമായപ്പോൾ പ്രവാചകന്റെ തൊലിയുടെ നിറം, മൂക്കിന്റെ ആകൃതി, വായുടെ രൂപം, പല്ലുകൾ, രോമങ്ങൾ, നീളം, നടത്തത്തിന്റെ രീതി, ഇരുത്തത്തിന്റെ രീതി, സംസാരത്തിന്റെ രീതി, ചിരി, പ്രവാചകന് പ്രിയപ്പെട്ട ഭക്ഷണം, കഴിച്ച രീതി, കുടിച്ച രീതി, അങ്ങനെ വളരെ ആരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് ആരംഭിച്ച് പ്രവാചകന്റെ വ്യക്തി ജീവിതത്തിന്റെ, കുടുംബ ജീവിതത്തിന്റെ, ഭാര്യ ഭക്തി ജീവിതത്തിലെ വളരെ സൂക്ഷ്മമായ സന്ദർഭങ്ങൾ പോലും, ഭാര്യയുമായി ഉള്ള സ്വകാര്യ നിമിഷങ്ങൾ പോലും ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള സഹാബികൾ ധൈര്യപൂർവ്വം വിളിച്ചു പറഞ്ഞു. ചരിത്രം, സീറത്ത്, ആ ജീവിതമാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറത്ത്. ആ സീറത്താണ് അലിഞ്ഞു ചേർന്നത്. അം ലം യഅരിഫു റസൂലഹും അം ലം യഅരിഫു റസൂലഹും ഫഹും ലഹു മുൻകിറൂൻ. പ്രവാചകനെ നിഷേധിക്കുന്നവരെ, പ്രവാചകനെ അപഹസിക്കുന്നവരെ, റസൂലിനെ ഭ്രാന്തൻ എന്ന് മുദ്ര കുത്തുന്നവരെ, സാഹിർ എന്ന് മുദ്ര കുത്തുന്നവരെ, അവർക്ക് റസൂലിനെ അറിയാഞ്ഞിട്ടാണോ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. അം ലം യഅരിഫു റസൂലഹും, അവർക്ക് അവരുടെ റസൂലിനെ അറിയാഞ്ഞിട്ടാണോ? 40 വയസ്സുകാലം വരെ വിശ്വസ്തനെന്നും
സത്യസന്ധനെന്നും അവർ വാഴ്ത്തിപ്പാടി അവരുടെ സുഖദുഃഖങ്ങളിൽ അവരോട് ചേർന്ന് നിന്ന റസൂലിനെ അവർക്ക് അറിയില്ലെന്നോ? അബൂജഹലിന് അറിയില്ലെന്നോ? പ്രവാചക ചരിത്രത്തിന്റെ പല ഇതളുകൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് പ്രവാചകനെ ക്രൂരമായി പരിഹസിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന നിരീശ്വരവാദികൾ, ഇസ്ലാം വിമർശകർ അവർക്ക് അറിയാനിട്ടാണോ? ഖുർആനിന്റെ ചോദ്യമാണ്. അവർക്ക് അറിയാനിട്ടല്ല. അവരുടെയും റസൂലാണെന്ന്. യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും യഹൂദിയുടെയും ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും ലോകത്തുള്ള എല്ലാ വിഭാഗം മനുഷ്യരുടെയും റസൂലാണത്. ലോകത്തിന് മുഴുവനും കാരുണ്യമായി മാത്രം നിയോഗിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലിനെ അവർക്ക് അറിയാനിട്ടാണോ? അവർക്ക് അവരുടെ റസൂലിനെ അറിയാനിട്ടാണോ അവർ ഇങ്ങനെ നിഷേധിക്കുന്നത്? അവർ പ്രവാചകനെ നിഷേധിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലാഹു തആല. അങ്ങനെയാണ് വിശ്വാസികൾ അഭിമാനപൂർവ്വം ആ ജീവിതത്തെ ചേർത്തണച്ചു പിടിച്ച്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ സന്ദർഭം ഏതാണ് എന്ന് ആയിഷയോട് ചോദിക്കൂ. ബീവി റളിയല്ലാഹു അൻഹ അവർ പറയുന്നത്, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ, എനിക്ക് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹം ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ആയിഷ റസൂൽ വിവാഹത്തെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ, അല്ലാഹു എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്നറിയുമോ? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുവഫിയ ഫീ ബൈതി, എന്റെ റൂമിൽ കിടന്നാണ് വഫാത്തായത്. വഫീ യൗമി, എന്റെ ദിവസത്തിലാണ്. വബൈന സഹരി വനഹരി, എന്റെ ഈ മാർത്തട്ടിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വന്തം പത്നിയുടെ നെഞ്ചകത്തിലേക്ക് ശിരസ് ചേർത്ത് വെച്ച് ഒരു റസൂൽ മരണപ്പെടുന്ന രംഗം, അത് അഭിമാനപൂർവ്വം ആയിഷ റളിയല്ലാഹു അൻഹ ലോകത്തോട് വിളിച്ചു പറയുന്നത്. എന്നിട്ട് ഇങ്ങനെയും കൂടെ പറയുന്നത്, എന്റെ ഉമനീരും അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമനീരും അല്ലാഹുവിന്റെ റസൂലിന്റെ മരണത്തിന്റെ സന്ദർഭത്തിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി തങ്ങളെ സന്ദർശിക്കാൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അബ്ദുറഹ്മാനിന്റെ കയ്യിൽ ഒരു അറാഖിന്റെ കഷ്ണം ഇരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അറാഖിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. പറയാൻ കഴിയുന്നില്ല, എനിക്ക് പല്ല് വൃത്തിയാക്കി തരണമെന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകളുടെ ഇമ വെട്ടിയപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു അറാഖിന്റെ കഷ്ണമെടുത്ത് ചവച്ചരച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ലിൽ വെച്ച് തേച്ചു കൊടുത്തു. അതാണ് പറഞ്ഞത്, അന്നല്ലാഹ ജമഅ ബൈന റീഖി വറീഖി റസൂലില്ലാഹ്, എന്റെയും എന്റെ ഉമനീരും അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമനീരും തമ്മിൽ അല്ലാഹു ചേർത്ത് വെച്ചു. എന്റെ ഈ നെഞ്ചകത്ത് കിടന്നാണ് എന്റെ ഹബീബ് മരണപ്പെട്ടത് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഇന്നത്തെ ഭാഷയിൽ പല ചക്ലത്തിമാരുണ്ടായിട്ട് പോലും പ്രവാചകനെ അത്രമേൽ സ്നേഹിച്ചെങ്കിൽ അതിന്റെ സീറത്തിന്റെ വെളിച്ചമാണ്, പ്രവാചകന്റെ ജീവിതമാണ്. പ്രവാചകനിലെ ഒരു റസൂൽ എന്നതിനപ്പുറം ആ റസൂൽ ഉൾക്കൊള്ളുന്ന പിതാവിനെ, ഭർത്താവിനെ, മകനെ, അധ്യാപകനെ, പരിഷ്കർത്താവിനെ, സമര നേതാവിനെ ഒക്കെ നമുക്ക് വായിക്കാൻ കഴിയുമ്പോൾ സമഗ്രമാണ്, വെളിച്ചമാണ് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിന്റെ ഉമ്മത്തികൾ നമുക്ക് അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെടാൻ ഈ സീറത്തുമായുള്ള ബന്ധം വളരെ സുപ്രധാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ വായിക്കും തോറും അറിയും തോറും നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നത് കാരുണ്യമാണ്, സ്നേഹമാണ്. ശരിയായ രൂപത്തിൽ ആ ചരിത്രത്തെ വായിക്കുന്നവർ ധൈര്യമായി പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറത്തിന്റെ വിവിധ രചനകൾ ആദ്യാവസാനം വായിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുന്നത് കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ കഥകൾ. ആ കഥകൾ, ആ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ നമ്മളിലെ വ്യക്തിത്വം രൂപപ്പെടുത്തും.
നമ്മളിലെ സ്നേഹം രൂപപ്പെടുത്തും, നമ്മളിലെ കാരുണ്യം രൂപപ്പെടുത്തും, നമ്മൾ ഏറ്റവും ഉന്നതനായ മനുഷ്യനായി മാറും ആ സീറത്തിന്റെ വെളിച്ചത്തിൽ. അതാണ് റസൂൽ. ആ രൂപത്തിൽ റസൂലിനെ വായിക്കാൻ നമുക്ക് സാധിക്കണം. കഴിഞ്ഞോ? റസൂലിനെ വായിക്കുകയും പിൻപറ്റുകയും ചെയ്യണം. പ്രവാചകന്റെ ജീവിതം എങ്ങനെയാണ് നമ്മളിലും നമ്മുടെ മക്കളിലും നമ്മുടെ ഭാര്യ സന്താനങ്ങളിലും നമ്മുടെ മാതാപിതാക്കളിലും നമ്മുടെ സമൂഹത്തിലും ആ റസൂൽ വായിക്കപ്പെടുകയും അനുധാവനം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും സൃഷ്ടിക്കപ്പെടുന്നു. സ്വലാത്ത് അതിലൊരു വഴിയാണ്. ഓരോ നമസ്കാരത്തിലും നാം അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം എന്ന് പ്രാർത്ഥിക്കുന്നത് വാസ്തവത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പ്രവാചകന് പ്രത്യേകിച്ച് ഒന്ന് കിട്ടാനൊന്നുമല്ല. അത് നമ്മളും റസൂലും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ കരുണ ചെയ്യണേ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനും നീ കരുണ ചെയ്യണേ. എപ്രകാരം ഇബ്രാഹിം അലൈഹിസ്സലാമിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കരുണ ചെയ്തതുപോലെ റസൂലുമായുള്ള വിശ്വാസികളുടെ ബന്ധം സുദൃഢമാക്കപ്പെടുന്നു. ബാങ്കിന് ശേഷം അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ റസൂലിന് വേണ്ടി മാത്രമുള്ള ദുആയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ വിശ്വാസികൾ നിൽക്കുവാൻ വേണ്ടി, നമസ്കരിക്കുവാൻ വേണ്ടി വിളിക്കപ്പെടുന്ന ബാങ്കിന് ശേഷം ഉള്ള പ്രാർത്ഥന അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല വൽ ഫളീല വബഅത്ഹു മഖാമൻ മഹ്മൂദ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാളെ ആഖിറത്തിൽ നീ വസീലത്ത് എന്ന പദവിയും ഫളീലത്ത് എന്ന പദവിയും നൽകുകയും പ്രവാചകനെ ഏറ്റവും സുത്യർഹമായ സ്ഥാനത്തിലേക്ക് നീ നയിക്കുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥനയിലൂടെ ഊട്ടിയുറപ്പിക്കുക. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് റസൂലിന് അത് നേടിക്കൊടുക്കുകയല്ല, മറിച്ച് റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളും തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കപ്പെടുകയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലിനെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളുവാനും അനുധാവനം ചെയ്യുവാനും പടച്ചവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ റസൂലിന്റെ സീറത്തിന്റെ വാഹകരായി അള്ളാഹു നമ്മുടെ ജീവിതങ്ങളെ സാക്ഷ്യപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മക്കളുടെ, നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ സമൂഹത്തിന്റെ ജീവിതങ്ങൾ അതിലേക്കുള്ള പാലമായി മാറുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിക്കുന്ന സച്ചരിതരിൽ നമ്മളെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ട പിതാവിന് വേണ്ടി